പലഹാരത്തിന് വേണ്ടി ഉഴുന്നും അരിയും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഉഴുന്നെടുത്തിട്ട് ഒന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ പ്ലാനുണ്ട്. ഉഴുന്നെണ്ണാണ്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരിത്തിരി സവാള അരിഞ്ഞ് വെച്ചിട്ട് ഉഴുന്നരച്ചിട്ട് അതിൻ്റെ പകുതി ഞാൻ വടയ്ക്കും കുറച്ച് പകുതി മാവിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ച് രാവിലെ പലഹാരം ഉണ്ടാക്കാനൊക്കെ അരയ്ക്കുന്നതെങ്കിൽ അതിന് കുറച്ച് മാവെടുത്തിട്ട് ഒരു ചെറിയ വട ഉണ്ടാക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ചെറിയ സവാളയുടെ ഒരു പീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് മാവ് റെഡിയാക്കി കഴിഞ്ഞു. നാളെ പലഹാരത്തിനുള്ള മാവ് റെഡിയാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒത്തിരി സോഡാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇത് വട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് തന്നെ 4 എണ്ണം എടുത്ത് ദൈവട ഉണ്ടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ദൈവടയ്ക്ക് വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തൈര് തയ്യാറാക്കിയിട്ടുണ്ട്. തൈര് അതിനകത്ത് ഞാൻ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തിന് പുറത്ത് പോകാനും സാധനം മേടിക്കാൻ പോകാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ദൈവട ഉണ്ടാക്കിയത്. കസൂരി മേത്തി, കുറച്ച് സ്പൈസിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുളക് പൊടി, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ദൈവടയ്ക്കുള്ള കൂട്ട് റെഡിയാക്കി, ദൈവടയും റെഡിയാക്കി. ബാക്കിയുള്ള വട ചായ